ഹായ് അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു ഇരുമ്പാമ്പുളി അച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇരുമ്പാമ്പുളി ചെറുതായിട്ട് കരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. അരിയാനൊക്കെ കാക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതേ പാത്തു അതിലൊരു ഇരുമ്പാമ്പുളി ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. പൊളിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നത്. ഉമ്മക്ക് ഈ പലയിലൊന്നും അരിയാറിയില്ല. ഉമ്മ കൈമ വെച്ചിട്ടേ അരിയുള്ളൂ. അപ്പോൾ ഉമ്മ കഷ്ടപ്പെട്ട് അരിഞ്ഞല്ലേ വെച്ചിട്ട് ഉമ്മാനെയും വീഡിയോയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അച്ചാറിലേക്ക് എന്തെല്ലാം വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ തക്കുള് വന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ കൂടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ചാറിനുള്ളൊരു വട്ടപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ എണ്ണയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അച്ചാറിലേക്ക്. എല്ലാവരും എന്താ എടുക്കണമെന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഞാൻ എടുക്കുന്നത് എണ്ണയാണ്. അപ്പോൾ 1/2 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കാഞ്ഞ് വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വരുമ്പോഴാണ് ഞാൻ പിന്നെ അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതിലിട്ട് കൊടുത്തു. അത് മൂക്കോളം നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ തീയിൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ മൂത്ത് വന്ന് റെഡിയായി വരുമ്പോൾ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക. ഒരു പാക്കറ്റ് മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് എരിവൊക്കെ റെഡിക്ക് വരുള്ളൂ. അപ്പോൾ എരിവ് പോരാത്തവർക്ക് 2-3 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഉലുവയും കായവും കൂടി വറുത്ത് വെച്ചത് പൊടിച്ചതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പിന്നെ 1/2 ലിറ്റർ സുർക്ക അതിൽ ചേർക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയത് 1 ലിറ്ററിൻ്റെ സുർക്കയാണ്. അപ്പോൾ 1/2 ലിറ്ററോളം ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാൻ വേണ്ടി അളവ് ഞാൻ കാണിച്ചു തന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കാരണം സുർക്ക കുറച്ച് ഒഴിക്കാൻ പറയണത് ഇരുമ്പാമ്പുളി പൊടിയാണല്ലോ, അതുകൊണ്ടാണ് സുർക്ക പകുതി ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ ഇരുമ്പാമ്പുളിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കണ്ട് കൊടുക്കണം. നല്ല രസമാണ് കാണാൻ തന്നെ. അതിൽ വെള്ളം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മക്കളെൻ്റെ അടുത്ത് നിന്നിട്ട് കേട്ടോ. അങ്ങനെ അച്ചാർ സെറ്റായി വരുന്നുണ്ട്. നന്നായി തിളച്ചൊന്നും ഇതാവണ്ട, എന്നാലും നല്ലോണം ചൂടാവും വേണം കേട്ടോ. അങ്ങനെ അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.